സഹോദരങ്ങളെ, അവർ ഫർളായ ഒരു കാര്യങ്ങളും ഒഴിവാക്കൂല. ജീവിതത്തിൽ അല്ലാഹു നിർബന്ധമാക്കി ഒന്നും ഒഴിവാക്കൂല. അവര് നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, ഉംറയാകട്ടെ, ബാധ്യതകളാകട്ടെ, ഒന്നും അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കൂല. ഫർളായ കാര്യങ്ങളെ പൊന്നുപോലെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നവരാ. പക്ഷേ അവരുടെ ജീവിതത്തിൽ പലപ്പോഴും സുന്നത്തുകൾ അവർക്ക് വിട്ടുപോവുകയാ. സുന്നത്തായ അമലുകളെ പലപ്പോഴും അവർക്ക് നഷ്ടപ്പെടുകയാ. അതുപോലെ ഹറാമായ ഒരു പ്രവൃത്തിയും ജീവിതത്തിൽ വരൂല. അല്ലാഹു നിഷിദ്ധമാക്കിയതൊന്നും അവരുടെ ജീവൻ പോയാലും അവർ ചെയ്യൂല. പക്ഷെ അവരറിയാതെ പലപ്പോഴും കറാഹത്തുകൾ ജീവിതത്തിൽ വന്നുകൂടുകയാ. ഇവരാണ് മുഖത്തസ്ബീങ്ങള്, ഇവരാണ് ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറിക്കാര്, അവരാണ് മധ്യവർത്തികളെന്ന് പരിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിക്കുവോ, ഈ പറഞ്ഞ വിഭാഗത്തിൽ എത്രയോ ആളുകൾ ഈ കാഞ്ഞിരപ്പള്ളിയിലുണ്ടാകും. അല്ലാഹു പറഞ്ഞ വിഭാഗമാരാണ് ഹറാമായതൊന്നും അവർ ചെയ്യൂല, പക്ഷെ കറാഹത്തുകൾ അറിയാതെ ചെയ്തു പോകുന്നവരാ. നിങ്ങൾക്കറിയോ, കറാഹത്തുകൾ വളരെ നിസ്സാരമായി നമ്മൾ കാണാൻ പാടില്ല. ഒരു കാര്യം നമ്മൾ ചെയ്യാനൊരുങ്ങുമ്പോ ഇതാരെങ്കിലും വന്നിട്ട് തെറ്റാണോ എന്ന് പറയുമ്പോ നമ്മൾ ചോദിക്കുന്നത് ഒരിക്കലും ഹറാമല്ലല്ലോ, അതൊന്നും ഹറാമല്ലല്ലോ. ഈ അടുത്ത സമയത്ത് നമ്മൾ കണ്ടില്ലേ കല്യാണ മാമാങ്കങ്ങള്, കല്യാണത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ നമ്മൾ കണ്ടില്ലേ. ഇതൊന്നും പേരെടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നുമല്ല, സ്ഥലത്തിന്റെ പേര് പോലും പറയേണ്ട കാര്യമില്ല. അവർ കാണിച്ച പ്രവൃത്തി പോലും ഒരു സദസ്സിലെടുത്ത് പറയേണ്ട അവസ്ഥ വരാൻ പാടില്ല. എന്തുകൊണ്ടെന്നറിയോ, അവരൊന്നും മതബോധമുള്ളവരല്ല. മതത്തിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് മതത്തിന്റെ പരിവേഷം കെട്ടിയിട്ട് മതത്തിനെ പറയിപ്പിക്കാൻ ചെയ്യുന്നവരാ. നഴ്സറി കുട്ടിയുടെ കോലത്തിൽ വരുന്ന പുതിയാപ്പള, എന്റെ ചെറുപ്പക്കാരാ, കാഞ്ഞിരപ്പള്ളിയിൽ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട് എനിക്ക് പറയാനുള്ളത്, പൊന്നുമോനെ, രണ്ട് വട്ടമാണടാ നീ ഏറ്റവും ശ്രദ്ധേയനാകുന്നത്. ഇവിടെ ഏത് VIP വന്നാലും അവരെല്ലാവരും നോക്കുന്നത് നിന്നെ തന്നെയാ. ആര് വന്നാലും ശബ്ദം മുഴുവനും നിന്നിലേക്കാ. ജീവിതത്തിൽ രണ്ട് തവണ അതുള്ളൂ. അതൊന്ന് നീ കുളിച്ചൊരുങ്ങിയിട്ട് നല്ല വസ്ത്രം ധരിച്ച് സുറുമ ധരിച്ചുകൊണ്ട് അപ്പന് വേഷിയിട്ട് നീ കല്യാണത്തിന്റെ കതിർമണ്ഡപത്തിലേക്ക് പോകുന്ന ദിവസമാ. രണ്ടാമത് പൊന്നുമോനെ, നീ കുളിക്കൂല, പക്ഷേ നിന്നെ കുളിപ്പിക്കും. നീ ഉടുക്കൂല, പക്ഷേ നിന്നെ ഉടുപ്പിക്കും. നീ പുതക്കില്ല, പക്ഷേ നിന്നെ പുതപ്പിക്കും. നീ അത്തർ പൂശില്ല, നിന്നെ മറ്റുള്ളവർ അത്തർ പൂഷിപ്പര്. നിന്റെ മരണമാണ്, നിന്റെ മരണമാണ്. ആ ദിവസവും നീയാണ് ശ്രദ്ധേയനാകുന്നത്. ഈ 2 ദിവസവും നീ പോകേണ്ടത് ഏറ്റവും നല്ല ചമഞ്ഞൊരുങ്ങിയിട്ടാണല്ലോ. അത് നിന്റെ ഹബീബ് നിനക്ക് സുന്നത്താക്കിയിട്ടുണ്ട്. ഒരു പുതുമാരനെങ്ങനാ പോകേണ്ടതെന്ന് അല്ലാഹുവിന്റെ റസൂൽ ചെയ്യാത്തതെന്ന് നമ്മുടെ ജീവിതത്തിൽ, വൈവാഹിക ജീവിതത്തിൽ വേണ്ട ചെറുപ്പക്കാരാ. ഏതെങ്കിലും കുരുത്തം കെട്ടവനോട് ഇത് പറഞ്ഞു നോക്കണം. അപ്പോഴവന്റെ മറുപടി എന്തെന്നറിയോ, അതൊന്നും വലിയ ഹറാമൊന്നുമല്ലല്ലോ, മഞ്ഞ കല്യാണം നടത്തിയെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ്, ഇവിടിരിക്കുന്ന എല്ലാ പണ്ഡിതന്മാരും, ഒരു പക്ഷേ ബഹുമാനപ്പെട്ട ഈ കാഞ്ഞിരപ്പള്ളിയിലെ ഓരോ പണ്ഡിതന്മാർക്കും കടപ്പാടുണ്ടാകും. എന്തായാലും ബഹുമാനപ്പെട്ട MH നാസറുദ്ദീൻ ഉസ്താദും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പരമ്പരയും ഞാനടങ്ങുന്ന ഇവിടെ ഇരിക്കുന്ന എനിക്കറിയുന്ന എല്ലാ ഉലമാക്കളുടെയും ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുള്ള മഹാനായ തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവി നവ്വറല്ലാഹു മർഖദ, അവരൊക്കെ വഅള് പറഞ്ഞ വേദിയിലാണ് ഇപ്പോൾ ഞങ്ങൾ വഅള് പറയുന്നത്. ആലോചിച്ച് നോക്കിയേ, കാലം പോയ പോക്ക. നിങ്ങൾ പറയും ഉസ്താദിന്റെ വിനയം ഇങ്ങനെ ഒഴുകുന്ന. അല്ല, നിങ്ങളെക്കാൾ എന്നെപ്പറ്റി എനിക്ക് അറിയുന്നുണ്ട്, ഞാൻ പറയാ. നിങ്ങളെക്കാൾ എന്നെപ്പറ്റി എനിക്ക് അറിയുന്നത് കൊണ്ട് ഞാൻ പറയാ. ആ മഹാരഥന്മാരായ ഉസ്താദുമാര് വഅള് പറഞ്ഞ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം എന്ന് തോന്നുമ്പോ ഒരു ബിസ്ക്കറ്റോ പഴമോ മുട്ടായോ എന്തെങ്കിലും തിന്നിട്ടേ തഴവ ഉസ്താദ് വെള്ളം കുടിക്കാറുണ്ടായിരുന്നുള്ളൂ. എന്താ കാര്യം എന്ന് ചോദിച്ചവൻ പറഞ്ഞു, അള്ളാഹ് പറഞ്ഞ കുലു വഷ്റബൂന്ന, തിന്നോളിയും കുടിച്ചോളിയുന്ന, അതുകൊണ്ട് തിന്നിട്ടേ ഞാൻ കുടിക്കൂ. ഖുർആന്റെ ഒരു ശൈലിയാണ്. പക്ഷെ 0.0% പോലും വിശുദ്ധ ദീൻ ഖുർആൻ തന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ ഒരു മനുഷ്യൻ, ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മനുഷ്യൻ, ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ല. അത്രേ. അങ്ങനെയുള്ള ആലിമീങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടിലല്ല, ഈ പതിറ്റാണ്ടിൽ ജീവിച്ചിരുന്ന് മൺമറഞ്ഞു പോയിട്ടുണ്ട്. ജീവിതത്തിൽ വളരെ സൂക്ഷ്മത പുലർത്തിയിരുന്ന വലിയ വലിയ മഹാരഥന്മാർ.
അത്തിപ്പറ്റ ഉസ്താദിനെ പോലെ. അങ്ങനെ പേരെണ്ണി പറഞ്ഞ വടക്കും തെക്കുമായിട്ട് നമുക്കങ്ങനെ വ്യത്യാസമൊന്നുമില്ലല്ലോ. വടക്കും തെക്കുമായിട്ടുള്ള മഹാരഥന്മാരായ പണ്ഡിത കേസരികളൊക്കെ ഇത് അറിയുന്ന, നമുക്കറിയുന്ന, ഇനി നമ്മൾ അറിയാത്ത എത്രയോ സാധാരണക്കാരായ ആബിദീങ്ങളായ ഇൽമ് കുറവാണെങ്കിൽ പോലും ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്ന വലിയ വലിയ മഹാരഥന്മാർ. ഞാനൊരു യാത്രയിൽ, കണ്ണൂരിലേക്ക് പോകുന്ന ഒരു യാത്രയിൽ ട്രെയിനിൽ ഒരു സംഘം ആളുകൾ ഉണ്ടായിരുന്നു. ഇനി ആ സംഘത്തെ പറഞ്ഞ നാളെ എന്റെ പലപ്പോഴും പലരും പറയുന്ന പിന്നെ നിങ്ങൾ വഴന്നു പറയണ്ടെന്ന് പറയും. അങ്ങനത്തെ ലോകമാണല്ലോ ഇപ്പൊ, അറിയാമല്ലോ. നമ്മുടെ ലോകം വരുന്നവന്റെ ജുബയുടെ ഇറക്കം നോക്കും, അവന്റെ കെട്ടിന്റെ വലിപ്പം നോക്കും. എന്തൊരു സമൂഹം! അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഓരാമീനൊക്കെ അങ്ങോട്ട് പറയും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സംഘം കണ്ണൂരിലേക്ക് അവർ പോകുന്ന വേറൊരു സ്ഥലത്തേക്കാ. എനിക്ക് കണ്ണൂർ ഇറങ്ങണം. ഞാൻ ആ കണ്ണൂർ ഇറങ്ങുന്ന ആ ആളിനെയൊക്കെ ഉസ്താദിനറിയാം, ഇരിക്കുന്ന പലർക്കും അറിയാം. ഞാൻ തൽക്കാലം അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, കുറെ അനുഭവങ്ങൾ ഇങ്ങനെ പങ്കുവച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ലാ ഫഖറ, അന്തസ്സിന് വേണ്ടിയോ ഒന്നുമല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് 40 കൊല്ലമായി എനിക്ക് അവ്വൽ തക്ബീർ മുടങ്ങിയിട്ടില്ല. ഞാൻ കരുതി ഇനി ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടിക്കളയണ്ട. കാരണം എന്താണ്, നമ്മൾ കരുതി ഇതിപ്പോ ഈ തള്ളി മറിക്കുക, അങ്ങനൊന്നുമല്ല. നല്ലൊരു മനുഷ്യൻ, സാലിഹായ മനുഷ്യൻ. അദ്ദേഹം ഏതെങ്കിലും ഒരു സർവകലാശാലയുടെ പ്രൊഫസർ അല്ല, ഒരു യൂണിവേഴ്സിറ്റിയുടെ പ്രിൻസിപ്പൾ അല്ല, അദ്ദേഹം ഏതെങ്കിലും ഒരു മതമേലധ്യക്ഷനല്ല, അദ്ദേഹം ഏതെങ്കിലും ഒരു മതസംഘടനയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന മുഷാവറ അംഗമല്ല. അദ്ദേഹം സാധാരണക്കാരനായ ഒരു തുണിക്കച്ചവടക്കാരനായ ഒരു കർഷകനായ ഒരു സഹോദരൻ. അദ്ദേഹം പ്രായാധിക്യമെന്ന മനുഷ്യനാണ്. അദ്ദേഹം പറയാണ്, ഞാൻ 40 കൊല്ലമായി അവ്വൽ തക്ബീർ മുടങ്ങിയിട്ടില്ല. ഇതിനിടയിൽ വിമാനം കയറിയിട്ടുണ്ട്, കപ്പൽ കയറിയിട്ടുണ്ട്, അതുപോലെ തന്നെ ആ വാഹനങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്, ഒരുപാട് തവണ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവ്വൽ തക്ബീർ 40 കൊല്ലമായി ഞാൻ മുടക്കിയിട്ടില്ല. അങ്ങനെയുള്ള ആളുകളൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ ആള് ഹയാത്തിൽ, ഞാൻ സ്റ്റേജിൽ കയറുമ്പോഴും ഹയാത്തിലുണ്ട്. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കറാഹത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയാൽ എന്താ സംഭവിക്കാന്നറിയോ? സുന്നത്തായ അമലുകൾ നമ്മൾ ഒഴിവാക്കിയാൽ എന്താ സംഭവിക്കാന്നറിയോ? കറാഹത്തുകൾ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് തുപ്പുക, വലത്തോട്ട് തുപ്പുക, ഇത് കറാഹത്താണ്. ഇടത്തോട്ടും പിന്നിലേക്കുമാണ് നമ്മൾ തുപ്പേണ്ടത്. 2ാം സഫിൽ നിൽക്കുമ്പോൾ 1ാം സഫിൽ സ്ഥലം വന്നു, അവിടെ നിന്ന് ആള് ഒളിമുറിഞ്ഞിട്ട് പോവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലം സൗകര്യപ്പെടുകയോ ചെയ്താൽ പുറകിൽ നിൽക്കുന്നവൻ ഫാനിന്റെ ചുവട്ടിലാണ് നിൽക്കുന്നു എന്ന കാരണത്തിന്റെ പേരിൽ അടുത്ത് നിൽക്കുന്നവനെ തള്ളി അങ്ങോട്ട് കയറ്റി വിടുക. നീ പോയി നിന്നോടാ, അത് കറാഹത്താണ്. മറ്റൊരാളെ തെരഞ്ഞെടുക്കരുത്, നമ്മൾ കയറി നിൽക്കണം. ജീവിതത്തിൽ കറാഹത്തുകൾ എത്ര പേര് സൂക്ഷിക്കാറുണ്ട്? നമ്മൾ പറയാം അത് കറാഹത്തല്ലേ ഉള്ളൂ, അത് മുഖ്തസ്രീങ്ങളാണ്. ജീവിതത്തിൽ ഫറലായ ഒന്നും വിടില്ല, പക്ഷെ അവര് സുന്നത്ത് പലപ്പോഴും നഷ്ടപ്പെടുന്നുണ്ട്. ഹറാമ് ജീവിതത്തിൽ ഒരിക്കലും അവർ ചെയ്യില്ല. ഇടയ്ക്കിടയ്ക്ക് കറാഹത്തുകളൊക്കെ സംഭവിക്കാറുണ്ട്. ഇതാണ് മുഖ്തസ്രീങ്ങൾ, ഖുർആന്റെ 2ാമത്തെ കാറ്റഗറിയിലുള്ള ആളുകൾ. കറാഹത്ത് സൂക്ഷിക്കുന്ന നമ്മളെ നശിപ്പിച്ചു കളയും. മദീനയുടെ നായകൻ, മദീനയുടെ തൊട്ടടുത്തുള്ള മരുപ്പച്ചകലയായ മരുഭൂമിയുടെ മാരടത്തിന്റെ മടിത്തട്ടിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സഹാബത്തോടൊപ്പം നടന്നു പോകുമ്പോൾ വിജനമായ ആ പ്രദേശത്ത് മണലല്ലാതെ മറ്റൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ആ സമയത്താണ് ഹബീബായ മുത്തു പറയുന്നു, നിങ്ങൾ ഇവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല യാ റസൂലല്ലാഹ്. എന്നാ നിങ്ങളൊന്ന് നടന്നു വരിക, നിങ്ങളെ കയ്യിൽ കിട്ടുന്നത് എന്താണോ ഇവിടെ കൊണ്ടുവെക്കുവോ. അങ്ങനെ സഹാബാക്കൾ 4 ഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങി. വിന്യസിക്കപ്പെട്ട സഹാബാക്കളും മടങ്ങി വന്നപ്പോൾ പലരുടെയും കയ്യിൽ ഒട്ടകത്തിന്റെ ഉണങ്ങിയ കാഷ്ടമാ, പലരുടെയും കയ്യിൽ ഉണങ്ങിയ മരത്തിന്റെ ചില്ലയാ, ചെറിയ കമ്പുകളാ, ചിലരുടെ കയ്യിൽ കുപ്പിച്ചില്ലുകളാ. മരുഭൂമിയിൽ നമുക്കറിയുമല്ലോ, കിട്ടുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് ഹബീബായ നബി തങ്ങളുടെ മുന്നിലേക്ക് അങ്ങ് വെക്കുമ്പോൾ അല്ലാ
സഹോദരങ്ങളെ, ഒരു വലിയ കൂമ്പാരം പ്രത്യക്ഷപ്പെടുകയാ. ഈ കൂമ്പാരത്തിലേക്ക് നോക്കിയിട്ട് ഹബീബായ മുത്ത് പറഞ്ഞതെന്തെന്നറിയോ? ഇതുപോലെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ പാപങ്ങൾ സംഭവിക്കുക. ഇയ്യാകും മുഹഖിറാത്തുൽ ദുനൂബ് ഫഇന്നഹുന്ന യജ്തമിഉന അലർ റജുലി ഹത്താ യുഹ്ലികിനഹു. നിങ്ങളെ നശിപ്പിക്കാൻ ഇത് മതിയെന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രിയപ്പെട്ട സഹാബത്തിനെ, സദീത്തിനെ, സഖാക്കളെ സംസ്കരിക്കുകയാ. പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിലാക്കാൻ എന്റെ പെങ്ങന്മാർക്ക് ഞാനൊരു ചെറിയ ഹിക്മത്ത് ഞാൻ പറഞ്ഞു തരാ. നേരം വെളുക്കും നിങ്ങൾ രാത്രി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ അടുക്കളയിൽ, നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന അടുക്കളയിൽ ഒരു ചെറിയ A4ന്റെ ഒരു പേപ്പർ ഒട്ടിക്കുക. എന്നിട്ടോ നിങ്ങൾ അല്ലെങ്കിൽ ഒരു കലണ്ടറിൽ നിങ്ങൾ ആ A4ന്റെ ഒരു പേപ്പറിന് നിങ്ങൾ ഒട്ടിച്ചു വെക്കുക. എന്നിട്ട് രാവിലെ റൂമിൽ നിന്ന് നിങ്ങൾ അടുക്കളയിലേക്ക് വന്ന് നിങ്ങൾ ചായ ഇടുകയാണ്. ആ ചായ ഇട്ട് നിങ്ങൾ ചുണ്ടിലേക്ക് ആർട്ടിയോടെ ചായ കുടിക്കാൻ എടുക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ വന്നു, പടച്ചവനെ ഞാൻ ബിസ്മി ചൊല്ലിയില്ലല്ലോ. പെട്ടെന്നൊരു കുത്ത് നിങ്ങൾ ആ വെള്ള പേപ്പറിലിടുക. രണ്ടാമതാണ് ഓർത്തത്, ഞാൻ നിന്നുകൊണ്ടാണല്ലോ കുടിച്ചത്, പെട്ടെന്നൊരു കുത്തിടുക. പിന്നെയും ഓർത്തു, റബ്ബേ ഞാൻ ഇടത് കൈ കൊണ്ടാണല്ലോ കുടിച്ചത്, വീണ്ടും ഒരു കുത്തിടുക. എന്നിട്ട് കുടിച്ചു തീർന്നിട്ട് നീ പറഞ്ഞില്ല അൽഹംദുലില്ലാഹ്. പടച്ചവനെ, വെള്ളമിറക്കാൻ ഭാഗ്യമില്ലാത്തവരെന്റെ മുന്നിലുണ്ടാകുമ്പോ, ഒരു തുള്ളി വെള്ളം കുടിക്കാൻ ഭാഗ്യമില്ലാത്തവരെന്റെ മുന്നിലുണ്ടാകുമ്പോ, എനിക്ക് നന്നാകിട്ട് വെള്ളം കുടിക്കാൻ അവസരം വന്ന് എനിക്ക് നല്ല നിലയിലെ സൗകര്യങ്ങൾ തന്ന റബ്ബേ, നിനക്കാണ് സർവസ്തുതിയല്ല എന്ന് പറയാ എന്നെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ. അതിന്റെ പേരിൽ ഒരു കുത്തും കൂടി നിങ്ങൾ ഇടുക. പെങ്ങന്മാരെ, രാത്രി കിടക്കാൻ നേരത്ത് ആ കലണ്ടറിൽ നിങ്ങൾ വെച്ചിട്ടുള്ള ആ പേപ്പറിനെ ഇളക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് എണ്ണി നോക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഒരുപക്ഷെ വെളുത്ത ഭാഗം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയില്ല. എല്ലാ കറുത്ത് കരിവാളിച്ചിരിക്കുന്ന കറുത്ത കുത്തുകളായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഖൽബിന്റെ അവസ്ഥ എന്താ? കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂ. നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ കരിവാളിച്ചിരിക്കുകയല്ലേ? ഒന്ന് ചോദിക്കട്ടെ കാഞ്ഞിരപ്പള്ളിക്കാരാ, വഴലില്ലെങ്കിൽ പോലും ഉംറയ്ക്ക് കുറവൊന്നും കാണൂലല്ലോ. വഴലില്ലാത്ത നാടാണ് ഒരുപക്ഷെ വഴല്. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി കാഞ്ഞിരപ്പള്ളിയിൽ വഴല് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മതവിഷയങ്ങളിൽ നന്നായിട്ട് നിങ്ങൾ ദീനിയായ ജീവിതം നയിച്ച് നിങ്ങൾ മുന്നോട്ട് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ, നിങ്ങൾ വിശുദ്ധ ഉംറയ്ക്കോ ഹജ്ജിനോ പോകുമ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, കഅബാലയത്തിന്റെ മൂലയില് പരിശുദ്ധമായ കല്ലിരിപ്പുണ്ടല്ലോ, ഹജറുൽ അസ്വദ്. ആ കല്ല് ഏത് നിറമാണെന്ന് പറയാൻ എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്ക് കഴിയോ? ആ കല്ലിന്റെ നിറം. എന്നിട്ട് ആ വടിയുടെ അഗ്രഭാഗത്ത് നിങ്ങൾ മുത്തണേ. ഇതിന് കഴിയുന്നില്ല എങ്കിൽ ഇസ്ലാം നാലാമത് നമുക്ക് നൽകിയതെന്തെന്നറിയോ സഹോദരങ്ങളെ? ചോയ്സ് നാലാമത്തേത്, പിറകിലേക്ക് തിരക്കില്ലാത്തിടത്തേക്ക് മാറി നിന്നിട്ട് രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തി ഹജറുൽ അസ്വദിന്റെ നേരെ പിടിച്ചിട്ട് അല്ലാഹുമ്മ ഈമാനം ബിക വ തസ്ദീഖൻ ബികിതാബിക വ വഫാഅൻ ബിഅഹദിക വത്തിബാൻ ലിസുന്നത്തി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ കയ്യിൽ മുത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ജീവിതത്തിന്റെ മദ്യപാനം, പലിശ വാങ്ങിയത്, വ്യഭിചരിച്ചത്, നിസ്കാരം ഉപേക്ഷിച്ചത്, എല്ലാ പാപങ്ങളുടെയും കറുപ്പുണ്ടല്ലോ, ആ പാപത്തിന്റെ കറകളുണ്ടല്ലോ, അതെല്ലാം കല്ലിങ്ങനെ ക്യാച്ച് ചെയ്യുകയാ. ആ കല്ലിങ്ങനെ സ്വീകരിക്കുകയാണ്, ആവാഹിക്കുകയാണ്, സംശീകരിക്കുകയാ. അങ്ങനെ സവ്വദതുഹു ഖതായാ ബനി ആദം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അങ്ങനാണ് വെളുത്ത കല്ല് കറുത്തു പോയതത്രേ. അപ്പൊ ജീവിതത്തിൽ വളരെ ലഘുവായ വിചാരണയിലൂടെ സ്വർഗത്തിലേക്ക് അവർക്ക് പോകാൻ കഴിയും. ഇനി ഒരു വിഭാഗം കൂടി നമുക്ക് പറയാനുണ്ട്, വളരെ ശ്രദ്ധയോടെ കേൾക്കണം. നമ്മൾ തുടങ്ങുന്ന സമയം മുതൽ 2 മണിക്കൂർ ദുആ അടക്കം അപ്പോഴേക്ക് തീരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ എപ്പോഴാ 10 മണിയായില്ലേ? ദുആ അടക്ക എല്ലാം 10, ഒരു 45 മിനിറ്റ് കൂടി ഇൻഷാ അല്ലാഹ്, 45 മിനിറ്റ് കൂടി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ അമലിലും ഇൽമിലും അല്ലാഹു തആല ഉയർച്ച നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
ഈ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗം മഹ്ശറയിൽ ഒരുപാട് നിന്ന് വിയർക്കേണ്ടി വരൂല. ഹിസാബ യസീറ, ലഘുവായ വിചാരണ അവരെ നേരിടേണ്ടി വരും. ഹസ്രത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചല്ലോ, അള്ളാന്റെ ഹബീബെ എന്തായി ഹിസാബു യസീർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് 2 റക്അത്ത് നിസ്കാരത്തിന്റെ സമയം. നമ്മൾ നിസ്കരിക്കുന്ന 2 റക്അത്ത് നിസ്കാരത്തിന്റെ ആ സമയത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു മഹാഭാഗ്യം നൽകട്ടെ. മുഖത്തസദീങ്ങളിലും നമ്മൾ അങ്ങ് ഉറച്ചു നിൽക്കണ്ട. ശഅബാ മാസത്തിലല്ലേ, റജബിലും ഈ ശഅബാന്റെ പകുതിയോളം എത്തി നിൽക്കുന്ന ഇപ്പോഴും നമ്മൾ ലാലിമീങ്ങളാണ്. ഇനിയുള്ള നാളുകളിലൊന്നും മുഖത്തസദാകാൻ ശ്രമിക്കും. ആ മുഖത്തസദായി നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എത്തപ്പെടുന്ന പദവിയാണ് അല്ലാഹു പറയുന്നു, വമിനഹും സാബിഖുൻ ബിൽ ഖൈറാ അല്ലാഹു പറയുന്നു, സാബിഖും ബിൽ ഖൈറാത്ത്, നന്മയിൽ ശരവേയാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നിനെ പറ്റി ഒന്ന് ആലോചിക്കും. നമുക്ക് ജീവിതത്തെ ധന്യമാക്കാം. റമളാനിൽ നന്നാകാന്നും പറഞ്ഞിരുന്ന നന്നാവൂല. അതെങ്ങനെ നന്നാവും? റമളാൻ വരെ കിടന്നാലല്ലേ നന്നാവുള്ളൂ. നമ്മളോടൊപ്പം റജബിൽ ദുആക്ക് ആമീൻ പറഞ്ഞ എത്ര പേരാണ്? റജബിലും ശഅബാനിലും ബറക്കത്ത് തരണമെന്ന് ദുആ ചെയ്ത എത്ര ആളുകളാണ് മരണപ്പെട്ടത്? എത്ര ആളുകളാണ് മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിലെ നൂൽപ്പാലത്തിൽ ഇങ്ങനെ കിടക്കുന്നത് ഒരു ശ്വാസം മാത്രമായി? അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്തെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. സാബിഖും ബിൽ ഖൈറാത്ത്, അവരാരെന്നറിയോ? അവരുടെ അടയാളം എന്താ? അവര് ജീവിതത്തിൽ ഹറാമുകൾ ചെയ്യുന്നവരല്ല, കറാഹത്തുകളും ചെയ്യുന്നവരല്ല. അതോടൊപ്പം തന്നെ അള്ളാഹു അനുവദിച്ചു കൊടുത്ത പലതും അവര് വേണ്ടെന്ന് വെക്കുന്നവരാ. അള്ളാഹു അനുവദിച്ച പലതും അവര് വേണ്ട എന്ന് വെച്ചവരാ. നിങ്ങൾക്കറിയോ സഹോദരങ്ങള്, നല്ല വീട് വെക്കൽ ഒരിക്കലും ഇസ്ലാമിൽ അന്യമല്ല. നല്ല വീട് വെക്കണം, നമുക്ക് നല്ല വീട് വേണം. വീട് നമുക്ക് സമാധാനം പകരേണ്ടതാ. വീടിനെ പറ്റി ഖുർആൻ പറഞ്ഞ മസ്കനം നാണല്ലോ. എവിടെ പോയാലും നമുക്ക് സമാധാനം കിട്ടൂല. സമാധാനം കിട്ടണമെങ്കിൽ വീട്ടിൽ വരണം, അതാണ് മസ്കന്. വീണ്ടും ഖുർആനിൽ വീടിനെ പറ്റി പറഞ്ഞത് ദാറിയം എന്നല്ലേ. ദാറെന്ന് പറഞ്ഞാൽ അല്ലദീ യദൂറു ബിഹി, എവിടെ പോയാലും മനസ്സ് ചുറ്റിപ്പറ്റി നിൽക്കുന്നത് സ്വന്തം വീട്ടിലാണ്, സ്വന്തം വീട്ടിലാണ്. പിന്നെ വീടിനെ പറ്റി പറഞ്ഞത് എന്താണ്? ബൈത്ത് എന്നാണ്. അല്ലദീ യബീതു ബിഹി, എവിടെ റൂം എടുത്താലും 10,000 രൂപ ഒരു ദിവസത്തെ ചാർജ് കൊടുത്തു നമ്മൾ ഏറ്റവും നല്ല ഫ്ലാറ്റിൽ റൂം എടുത്താൽ നമ്മുടെ വീട്ടിൽ കിടക്കുന്ന സുഖവും സന്തോഷവും നമുക്ക് കിട്ടൂലല്ലോ. ഏതെല്ലാ ശൈത്യ മേഖലകളിൽ പോയി നമ്മൾ റൂം എടുത്താൽ, സഹോദരങ്ങളെ, മണാലിയിൽ പോയാൽ, കൊടൈക്കനാൽ പോയാൽ, ഊട്ടിയിൽ പോയാലും, മൂന്നാറിൽ പോയാൽ, വാഗമണി പോയാൽ നമുക്ക് കിട്ടാത്ത സുഖം നമ്മുടെ ചെറിയ വീട്ടിൽ, നമ്മുടെ ബെഡിൽ നമുക്ക് കിട്ടൂലേ? അതാണ് യബീതു ബിഹി, കിടക്കണമെങ്കിൽ വീട്ടിൽ തന്നെ വരണം. സഹോദരാ, നല്ല വീട് വെക്കുന്നതിന് ഇസ്ലാം എതിരല്ല. പക്ഷേ ഇന്നും നല്ല വീട് വേണ്ട എന്ന് വെച്ച മഹാരഥന്മാരുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നും ശൈഖുന, എന്നും ഉസ്താദ് മരണപ്പെടുന്ന സമയത്താണ് അതുവിടെ എന്തൊക്കെയോ ഉണ്ടാക്കി കിട്ടുന്നെന്ന് ചിന്തിച്ചു പോയവര്, കോടികളുണ്ട് എന്ന് ചിന്തിച്ചു പോയ ആളുകളുണ്ടല്ലോ. ബഹുമാനപ്പെട്ട എന്നും ഉസ്താദ് അവരുടെ മയ്യത്ത് വീട്ടിൽ കൊണ്ടുവരുമ്പോ ബഹുമാനപ്പെട്ട പുല്ലമ്പാറ ഉസ്താദിന്റെ ഉസ്താദ് കൂടിയായ നമ്മുടെയൊക്കെ ഗുരുതുല്യനായ, ഗുരുവര്യരായ, നമ്മുടെയൊക്കെ നാടിന്റെ നായകനായ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മയ്യത്ത് ആ ഹാളിൽ വെക്കുമ്പോ ജനത്തിരക്ക് കാരണം കേറിയ വഴിയിലൂടെ പുറത്തേക്ക് വരാൻ പറ്റാതെ വന്നപ്പോ മുന്നിലൂടെ കയറിയിട്ട് അടുക്കളവാതിലൂടെയാണ് പുറത്തേക്ക് ആളുകൾ പോയത്. അന്നാണ് തിരിച്ചറിഞ്ഞത്, കുനിഞ്ഞുകൊണ്ടല്ലാതെ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. ഒരു ചെറിയ വീടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്. അങ്ങനെ ജീവിക്കുന്ന മഹാരഥന്മാരുണ്ട്. കോടീശ്വരന്മാരാകാം, ലക്ഷപ്രഭുക്കളാക്കാം. പക്ഷേ എനിക്ക് ഭൗതിക ആർഭാടങ്ങളും സുഖ സൗകര്യങ്ങളും വേണ്ടെന്ന് ചിന്തിക്കുന്നവരുണ്ട്. നല്ല വസ്ത്രം ധരിക്കുന്നത് ഇസ്ലാം എതിരല്ല. പക്ഷേ എനിക്ക് വേണ്ട നാണം മറയ്ക്കാൻ ഒരു തുണി അത്ര മതി എന്ന് പറയുന്ന മഹാന്മാരില്ലേ? പ്രിയപ്പെട്ടവരെ, ഉമർ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ മദീനത്തുൻ നബവിയിൽ ഭരണമേറ്റെടുക്കുന്ന, ഖിലാഫത്ത് ഏറ്റെടുക്കുന്ന വെള്ളിയാഴ്ച, ആ വെള്ളിയാഴ്ച ഉമർ തങ്ങളാണ് നയപ്രഖ്യാപന പ്രസംഗം നടത്തേണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു സമയത്ത് മദീനത്തുൻ നബവിയിൽ എത്തുന്നില്ല. വിശ്വാസികൾ ഇങ്ങനെ ശ്വാസം പിടിച്ചിരിക്കുകയാ, അവരിങ്ങനെ അക്ഷമരാവുകയാ. പ്രിയപ്പെട്ടവരെ, സഹോദരൻ
സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക്. അവര് വല്ലാതെ വിഷമിച്ചിരിക്കുകയാ. എവിടെ പോയി ഭരണാധികാരി വരുന്നില്ലല്ലോ. അവസാനം മദീനയുടെ നായകൻ അമീറുൽ മോമിനീൻ മഹാനായ ഉമർ തങ്ങൾ ഓടി വരികയാ. സിദ്ദീഖ് തങ്ങൾ ഖുതുബയോടിയ മിമ്പറില്, അല്ലാഹുവിന്റെ ഹബീബ് മിമ്പറിൽ നിന്ന് ഖുതുബയോടിയ ഭാഗത്ത് ഉമർ തങ്ങൾ കേറാൻ നേരത്ത് ജനങ്ങളോട് പറയാണ്, വിശ്വാസി സമൂഹമേ, ഞാൻ വൈകിയ കാരണം പറഞ്ഞിട്ട് ഞാൻ ഖുതുബ ആരംഭിക്കാം. ഞാൻ ഇന്നൊരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണല്ലോ. ഈ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുമ്പോൾ എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നാഴികക്കല്ലാണല്ലോ. ഇന്ന് ഞാൻ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണ്ടേ, ഇന്ന് ഞാൻ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ നല്ല വസ്ത്രം നോക്കിയപ്പോൾ അഴുക്ക് പിടിച്ചു കിടക്കുകയാ. അത് ഞാൻ കഴുകി ഉണങ്ങാൻ വേണ്ടി കാത്തു നിന്നതാ. മദീന പള്ളിക്കകത്ത് വല്ലാത്ത വിഷാദങ്ങൾ തലം കെട്ടുകയാ. മദീനയുടെ മിമ്പറിൽ ഖലീഫ ഉമറുൽ ഫാറൂഖ് കയറുകയാ. സഹോദരങ്ങളെ, ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മദീനയാകെ പൊട്ടിക്കരച്ചിലായി. എന്തുകൊണ്ടെന്നറിയോ? ഇന്ന് ഞാൻ അധികാരം ഏറ്റെടുക്കുമ്പോ എന്റെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല നാഴികക്കല്ലാകുന്ന ദിവസത്തിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണമെന്ന് കൊതിച്ചുപോയ ഉമർ തങ്ങൾ ഇട്ടിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, എത്രയോ സ്ഥലത്ത് തുന്നിച്ചേർത്തതാ. എത്രയോ തുന്നിക്കെട്ടുകളുള്ള വസ്ത്രമാ. സഹോദരങ്ങളെ, ജീവിതത്തിൽ ആർഭാടമില്ലാതെ ജീവിച്ച മഹാരഥന്മാര് കടന്നുപോയിട്ടുണ്ട്. അവര് ഹറാം ഒഴിവാക്കുന്നവരാ, അവര് കറാഹത്ത് ഒഴിവാക്കുന്നവരാ. അവരുടെ ജീവിതത്തിൽ അല്ലാഹ് അനുവദിച്ച പല മുബാഹുകളും വേണ്ടെന്ന് വെക്കുന്നവരാ. നല്ല ഭക്ഷണം കഴിക്കുന്നത് തെറ്റാണോ? ഇല്ല, നല്ല രുചിക്കൂട്ടുള്ള വർണ്ണക്കൂട്ടുകളുള്ള ഭക്ഷണം കഴിക്കാ. നിനക്കിഷ്ടപ്പെട്ടതാ നീ കഴിക്കേണ്ടത്. നിനക്ക് ആഗ്രഹം തോന്നുന്നതാ തിന്നേണ്ടത്. ജനമാഗ്രഹിക്കും വസ്ത്രമാ ധരിക്കേണ്ടത്. നിനക്ക് ആഗ്രഹം തോന്നുന്നത് എന്താണ്, അതാണ് നീ തിന്നേണ്ടത്. ആളുകൾ ഇഷ്ടപ്പെടുന്ന വസ്ത്രമാണ് നീ ധരിക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല ഭക്ഷണം ഇസ്ലാമിൽ എതിരല്ല. പക്ഷെ നിങ്ങൾക്കറിയോ, മദീനയുടെ ഭരണാധികാരിയായിരുന്ന മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നാമധേയത്തിൽ അറിയപ്പെട്ടിരുന്ന മറ്റൊരു ഉമർ ഉണ്ടല്ലോ. ഉമർ രണ്ടാമൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ്. ആരാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്നറിയോ? ആ ഉമർ ബിൻ അബ്ദുൽ അസീസും ഉമറുൽ ഫാറൂഖ് തമ്മിൽ എന്തെങ്കിലുള്ള അവരുടെ റിലേറ്റീവ് എങ്ങനെയാണെന്നറിയോ? ആ ഒരു റിലേഷൻ എങ്ങനെയാണെന്നറിയോ? അവരുടെ ഫാമിലി ബന്ധം എന്താണെന്നറിയോ? ഉമർ റളിയല്ലാഹു തആല അൻഹു വേഷപ്രച്ഛന്നനായി മദീനയിലൂടെ നടന്ന ഒരു രാത്രി ഉണ്ടല്ലോ, ചരിത്രം എല്ലാവർക്കും അറിയാ, ഞാനത് പറയുന്നില്ല. പാതിരാത്രി വേഷം മാറി നടക്കുകയാണ്. എന്തിനാണെന്നറിയോ? വോട്ട് പിടിക്കാനല്ല, പിറ്റേ ദിവസം നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ തലേ രാത്രിയിൽ കള്ളുകൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. വേഷം മാറി ഉമർ തങ്ങൾ നടക്കുന്നത് പ്രജകളുടെ ക്ഷാമക്ഷേമാന്വേഷണം നടത്താനാ. ഉമർ റളിയല്ലാഹു തആല നടന്നു വരുമ്പോൾ ഒരു വീട്ടിലൊരു ശബ്ദം കേൾക്കുകയാ. എന്താ? ഒരു പെണ്ണിന്റെ ശബ്ദമാണ്. ചരിത്രം ഞാൻ പറയുന്നില്ല, അതിന്റെ ഒരു ഭാഗം പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു ഉമ്മ മോളോട് പറയാണ്, മോളെ, ജനങ്ങൾ പാല് വാങ്ങാൻ വരാ ടൈമായി, അതുകൊണ്ട് പെട്ടെന്ന് പാല് കുറവാണ്, വെള്ളം കുറച്ചൊഴിക്കുമോളെ. മോള് ചോദിക്കുന്നു, ഉമറിന്റെ കോടതിയിൽ പിടിക്കപ്പെട്ടാ നമ്മൾ ശിക്ഷിക്കപ്പെടൂലേ? ഉമ്മാന്റെ മറുപടി, മോളെ, ഉമർ ഉറങ്ങാണല്ലോ. ഉമ്മാനോട് മോളെ മറുപടി, ഉമർ ഉറങ്ങുന്നുണ്ട്, പക്ഷേ സുബ്ഹാനമല്ലായനാ, ഉറക്കമില്ലാത്ത പടച്ചതമ്പുരാനെ കാണുന്നല്ലോ. എന്നെയും നിങ്ങളെയും ഉമറിനെയും സൃഷ്ടിച്ച അല്ലാഹു കാണുന്നല്ലോ. ആ പ്രിയപ്പെട്ട ബാപ്പങ്ങളുടെ സംസാരം കേട്ടപ്പോ ഉമർ തങ്ങൾ കുഞ്ഞുങ്ങളെ പോലെ തേങ്ങിക്കരയാൻ തുടങ്ങി. ഉമർ റളിയല്ലാഹു വീട് മാർക്ക് ചെയ്തിട്ട് വീണ്ടും വീട്ടിലേക്ക് പോയി. എന്നിട്ട് നേരം വെളുത്തിട്ട് ആ വീട്ടിലേക്ക് വരികയാണ്. അധികാരത്തിന്റെ അപ്പോസ്തലന്മാരായി ഇന്ദ്രപ്രസ്ഥത്തിലിരിക്കുമ്പോൾ അഴിമതിയുടെ കറപുരണ്ട കരങ്ങളുള്ള ഇവിടത്തെ രാഷ്ട്രീയ മേലാളന്മാരുടെ മുന്നിൽ ഭാരതത്തിൽ ഏതെങ്കിലും ഒരു ഭരണം വേണമെന്ന് എനിക്ക് കൊതിയുണ്ടെങ്കിൽ അത് മദീനയുടെ ഖലീഫയായ അമീറുൽ മോമിനീന്റെ ഭരണം വേണമെന്ന് മഹാനായ മഹാത്മജി പറഞ്ഞത് വെറുതെയാണോ? ആ ഉമർ റളിയല്ലാഹു അൻഹു പിറ്റന്നാ വീട്ടിലേക്ക് പോവുകയാ. എന്തിനാണ് പോയതെന്നറിയോ? ഒരു പ്രപ്പോസൽ നടത്താൻ വേണ്ടി പോയതാ. പാൽക്കാരി തള്ളയോട് ചോദിക്കുകയാണ്, നിങ്ങളെ പൊന്നുമോളെ
എന്റെ പൊന്നുമോന് കെട്ടിച്ചു കൊടുക്കൂ. ഒരു ഭരണാധികാരിയുടെ മോനെ കൊണ്ടൊരു പാൽക്കാരി പെണ്ണിന്റെ മോളെ കെട്ടിക്കുകയാ. ഇപ്പറയും തികഞ്ഞ മതബോധമുള്ള വിശ്വാസിനിയായ ഒരു പെങ്ങള് തന്റെ മോനെ കിട്ടിയാല് ഭാഗ്യമല്ലേ. അങ്ങനെ ഉമർ തങ്ങളുടെ മകനാ പെണ്ണിനെ കല്യാണം കഴിക്കുകയാ. അവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോൾ അതിലൊരു പെൺകുഞ്ഞ് ജനിക്കുകയാ. ആ പെൺകുഞ്ഞ് ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലെത്തി, കൗമാരത്തിലെത്തി, യൗവനത്തിലെത്തുകയാ. അവളും വിവാഹിതയാവുകയാ. ആ വിവാഹിതയായ പെൺകുട്ടിക്ക് ഒരു കുഞ്ഞ് ജനിക്കുകയാണ്, ഒരു മോനാണ്. ആ മോനാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. വ്യക്തമായി പറഞ്ഞാൽ ഒന്നാം ഉമർ എന്നറിയപ്പെടുന്ന ഖത്താബിന്റെ ഹംദമയുടെ മകനായി യൗവനകാലങ്ങളിൽ ആട്ടിൻപറ്റങ്ങളെ മേച്ചു നടന്ന, പിന്നീട് സിറിയയിലും ഷാമിലും പട്ടുവസ്ത്രം കച്ചവടം നടത്തിയിരുന്ന, അവസാന മുക്കാല ചന്തയിലൂടെ ലീഡറായി മാറിയ ഖത്താബിന്റെ ഹംദമയുടെ മകനായ ഉമർ അൽ ഫാറൂഖ് തങ്ങളുടെ പൊന്നുമോളുടെ മകനാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്. രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങള് വീട്ടിൽ ബൈത്തുൽ മാലിൽ നിന്ന് വളരെ ചുരുങ്ങിയ കുറച്ച് ദീനാറാ കൊടുക്കാറുള്ളത്. പ്രിയപ്പെട്ടവര്, ആ സമയത്ത് ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിരിക്കുമ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ മുന്നിൽ നല്ല മധുരമുള്ള ഹൽവ കൊണ്ടുവെക്കുകയാ. വലിയ ഇഷ്ടമാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾക്ക്. ഭർത്താവ് ഉമർ ബിൻ അബ്ദുൽ അസീസ് ആ ഭക്ഷണം എടുത്തിട്ട് ഭാര്യയോട് ചോദിക്കും, ഇത് എവിടെ നിന്ന് കിട്ടി? തങ്ങളെ, നിങ്ങൾ ചെലവിന് തരുന്ന ദീനാറിൽ നിന്ന് ഞാൻ മിച്ചം പിടിക്കും. ഓരോ ദിവസം മിച്ചം പിടിച്ചു മാസം ഒന്ന് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് നിങ്ങൾക്ക് ഞാൻ മധുര പലഹാരം ഉണ്ടാക്കി തന്നരാ. ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ മുഖം വിവരണമായില്ലേ? മുഖം കാർമേഘം കൊണ്ട് മൂടിയില്ലേ? കണ്ണുകൾ ചുവന്ന് തുടുത്തില്ലേ? ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ എഴുന്നേറ്റുകൊണ്ട് ഭാര്യയോട് പറഞ്ഞു, പെണ്ണ്, ഞാൻ ബൈത്തുൽ മാലിൽ നിന്ന് തരുന്ന ദീനാർ നിനക്ക് ചുരുക്കാൻ പറ്റുന്നല്ലേ? ചെലവ് ചുരുക്കാൻ നിനക്ക് കഴിയുന്നല്ലേ? അതേ പ്രിയപ്പെട്ടവനെ, കഴിഞ്ഞു. എന്നാൽ നാളെ മുതൽ ഞാൻ നിനക്ക് അതിലും കുറച്ചേ തരുള്ളൂ. കാരണം നിനക്ക് ഞാൻ തരുന്നത് കൂടുതലാ. ഇന്നത്തെ രാത്രിയക്കാർക്കൊരു ഗുണപാഠമല്ലേ? ഏത് വാപ്പാന്റെ മോന്റെ മോനാ മദീനയുടെ ഭരണാധികാരി, ഒരു ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അധിപനായി വാണരുളിയ, ഭൗതിക സാമ്രാജ്യങ്ങളുടെ കുലപതിയായി മാറിയ, ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത രണ്ടാമനായ ഖലീഫ ഉമർ തങ്ങളുടെ പ്രിയപ്പെട്ട പരമ്പരയിലെ പൊന്നുമോനത് ചെയ്യാതിരിക്കാൻ പറ്റുമോ? സഹോദരങ്ങളെ, ഇന്നും വടക്കൻ ജില്ലകളിൽ ആവേശത്തോടെ പേര് പറഞ്ഞാൽ ആവേശം കൊള്ളുന്നൊരു മഹാപണ്ഡിതനുണ്ടായിരുന്നു. പേര് ഞാൻ പറയുന്നില്ല. 6-7 വേദികളിൽ ആ മഹാനരോടൊപ്പം പേര് പങ്കിടാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ആ കൈപിടിച്ചു മുത്താനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഒരു മുണ്ട് കയറ്റി ആ കാലിന്റെ ആ മധ്യഭാഗത്തേക്ക് കയറ്റി കൊടുത്തിട്ട് ഒരു നീളം ജുബ്ബ ധരിച്ചുകൊണ്ട് ഒരു ഷോള കഴുത്തിലൂടെ ഇട്ട് തലയിൽ വാലിട്ട തലയിൽ കെട്ടുകെട്ടി തൂവെള്ള വസ്ത്രം ധരിച്ച് ഒരു കറുത്ത ബാഗും പിടിച്ചുകൊണ്ട് നടക്കുന്ന സൂഫിയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ പ്രിയപ്പെട്ട പണ്ഡിതന് ചെറിയൊരു ചെറ്റക്കൂരയിലാണ് കിടന്നത്. ഒരവസരത്തിൽ ഭാര്യ ചോദിച്ചു, വീട് ഇടിഞ്ഞു പൊളിഞ്ഞു വീടാറായല്ലോ, ഒരു നല്ല വീട് വേണ്ടേ? ആ സമയത്താണ് ഉസ്താദിന്റെ മറുപടി എന്തെന്നറിയോ? വസ്തു ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, വീട് ആരെങ്കിലും ഒന്ന് വെച്ച് തരാൻ സാധ്യതയുണ്ട്. എവിടെയാ നിങ്ങൾ വസ്തു വാങ്ങിയതെന്ന് ചോദിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, ഉസ്താദ് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത പള്ളിയുടെ വടക്ക് ഭാഗത്തെ പള്ളിപ്പറമ്പ. അവിടെ ഞാൻ വസ്തു നോക്കിയിട്ടുണ്ട്, എവിടെയാണെന്ന് എനിക്ക് നിശ്ചയമില്ല. എന്റെ റൂഹങ്ങ് പിരിഞ്ഞാൽ ആളുകൾ 6 അടി മണ്ണ് കുത്തിയിട്ട് തന്നെ അതിനകത്ത് അപടക്കുമ്പോ അതാണ് എന്റെ വീടെന്ന് പറഞ്ഞ മഹാരഥന്മാർ ഒരു നൂറ്റാണ്ട് മുമ്പല്ല, ഒരു 10 പതിറ്റാണ്ട് മുമ്പല്ല, ഏകദേശം എന്റെ പ്രിയപ്പെട്ടവരെ 5-6 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരണപ്പെട്ടു പോയ ആ വലിയ മനീഷിയുടെ കഥയാ ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ളവരാണ് സാബിഖീങ്ങള്. ഹറാമ് ചെയ്യൂല, കറാഹത്തും ചെയ്യൂല, അനുവദനീയമായ പലതും ഉപേക്ഷിക്കുന്നവരാ. ഒപ്പം അവർ ഫറലും ഉപേക്ഷിക്കില്ല, സുന്നത്തും ഉപേക്ഷിക്കില്ല. അധികം കൂടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അൻഫാസിയായ ദിക്റിലൂടെ ഏത് സമയത്തും ശ്വാസം മുകളിലോട്ടെടുക്കുമ്പോ അല്ലാഹ്
തിരിച്ച് ശ്വാസം വിടുമ്പോൾ അല്ലാ, മുകളിലേക്ക് ശ്വാസം എടുക്കുമ്പോൾ അല്ലാ, താഴേക്ക് വിടുമ്പോൾ അല്ലാ, ഇങ്ങനെ അൻഫാസിയായി അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന മഹാരഥന്മാരുണ്ടല്ലോ, അവര് സാബിഖീങ്ങളാണ്. അവരുടെ മഹ്ശറയുടെ അവസ്ഥ എന്തെന്നറിയോ? യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്, വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് ഒരൊറ്റ പോക്കാണ് അവർ പോകുന്നത്. അല്ലാഹു നമുക്ക് ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ 3 വിഭാഗം ആളുകളെ തരംതിരിച്ചു. ഒന്ന് ലാലിമുൽ നഫ്സ്, ഫർളിൽ പലതും ഒഴിവാക്കും, ഹറാമായ പലതും ജീവിതത്തിൽ ചെയ്യും. അവര് മഹ്ശറയിൽ കയ്യും കെട്ടി കണക്ക് പറയേണ്ടി വരും. എന്നെങ്കിലും അല്ലാഹു സ്വർഗ്ഗത്തിലെത്തിക്കും. രണ്ടാമത്തേത് മധ്യവർത്തികൾ, മുഖത്തസദീങ്ങളാണ്. അവരുടെ ജീവിതത്തിൽ ഹറാം ഒന്നും ചെയ്യില്ല, കറാഹത്തുകൾ പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഫർള് ഒന്നും ഉപേക്ഷിക്കില്ല, സുന്നത്ത് പലപ്പോഴും നഷ്ടപ്പെടാറുണ്ട്. അവര് ലഘുവായ വിചാരണയിലൂടെ സ്വർഗപ്രവേശനം സിദ്ധിക്കുന്നവരാ. മൂന്നാമത്തേത് സാബിഖീങ്ങളാണ്. അവരുടെ ജീവിതത്തിൽ ഹറാമില്ല, കറാഹത്തില്ല, പല അനുവദനീയമായ കാര്യങ്ങളും അവർക്ക് വേണ്ട. അവര് നിർബന്ധമായതൊന്നും ഉപേക്ഷിക്കില്ല, സുന്നത്തായൊന്നും ഉപേക്ഷിക്കില്ല. പരമാവധി ജീവിതത്തിൽ അവർക്കിഷ്ടമുള്ള കുറെ കാര്യങ്ങൾ കൂടി അവർ ഔറാദുകളായി ചെയ്യുന്നവരാ. അവര് വിചാരണ പോലും ഇല്ലാതെ സ്വർഗത്തിലേക്ക് ശരവേഗത്തിൽ പോകുന്നവരാ. അല്ലാഹു ലാലിമീങ്ങളായ നമ്മളെ ശഅബാൻ മാസത്തിൽ മുഖത്തസരീങ്ങളാക്കി പരിവർത്തനം നേടിയവരായി പുണ്യ റമളാനിന്റെ പകലുകളും രാവുകളും സാബിഖീങ്ങളിൽ ഉൾപ്പെടാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അതിഥിയാണ്, നിങ്ങൾ ആതിഥേയരാണ്. ഇതുവരെ നിങ്ങൾ ഒരാൾ പോലും എഴുന്നേൽക്കാതെ ഇരുന്നതുപോലെ ഇൻഷാ അല്ലാഹ് ഒരു 15 മിനിറ്റ് കൂടി നിങ്ങൾ സഹകരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ പരിശുദ്ധമായ ഹിദായത്തുൽ ഇസ്ലാം അറബിക് കോളേജ് ഇതിനെ പതിറ്റാണ്ടുകൾ അല്ല, അരനൂറ്റാണ്ട് പിന്നിട്ട് ഏകദേശം 3/4 നൂറ്റാണ്ടോളമാകുന്ന 72 വർഷം പൂർത്തിയാകുന്ന ഈ ഘട്ടത്തിൽ 3/4 നൂറ്റാണ്ടിന് 3 വർഷം ബാക്കി നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഞാനൊരു കാര്യം അടിവരയിട്ട് പറയാം. ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ആരെന്നറിയോ? ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ എംപിമാരല്ല, MLA-മാരല്ല, മന്ത്രിമാരല്ല, ജുഡീഷ്യറിയിലെ ഏതെങ്കിലും മജിസ്ട്രേറ്റുമാരല്ല, ഏതെങ്കിലും ചീഫ് സെക്രട്ടറിമാരല്ല, ഏതെങ്കിലും വലിയ വലിയ ഡോക്ടേഴ്സ് അല്ല, അഡ്വക്കേറ്റേഴ്സ് അല്ല. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ഖുർആൻ പഠിക്കുന്നവരും അവരെ പഠിപ്പിക്കുന്നവരുമാണ്. ഇത് മുസ്തഫായ നബി തങ്ങളുടെ തിരുനാവുകൊണ്ട് ലോകത്ത് പറയപ്പെട്ട ഏറ്റവും സത്യസന്ധമായ വാചകമാണ്. ഉസ്താദുമാര് 2ാം തട്ടിലാണ്. ആദ്യം ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ, ഇൽമു പഠിക്കുന്നവരാണ്. രണ്ടാമത് പഠിപ്പിക്കുന്നവരാണ്. നിങ്ങൾ നോക്ക്, നിങ്ങൾ ചിന്തിക്കും, ഞാൻ കാശ് ചെലവാക്കിയാൽ എന്താ ഗുണം? എന്ത് ഗുണമാണ്? പ്രിയപ്പെട്ടവരെ, നാട്ടുകാരനല്ല എന്ന് തോന്നിപ്പിക്കുന്ന നിലയിൽ പരിചയമില്ലാത്ത, എന്നാൽ വിദൂര നാട്ടിൽ നിന്ന് വന്നവനാണ് എന്ന് തോന്നിപ്പിക്കാത്ത, യാത്രയുടെ ലക്ഷണങ്ങളില്ലാത്ത, നല്ല കറുത്ത തലമുടിയും വെളുത്ത ശരീരവുമുള്ള, നല്ല കാണാൻ മൊഞ്ചനായ തൂവെള്ള വസ്ത്രം ധരിച്ച ഒരാള് സദസ്സിൽ നബി തങ്ങളുടെ മുട്ടോട് മുട്ട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. മൽ ഈമാൻ, മൽ ഇസ്ലാം, മൽ ഇഹ്സാൻ, മസ്സാഅ വമാ അലാമത്തുഹാ. ഇതൊക്കെ ചോദിച്ചപ്പോൾ നബി തങ്ങൾ ഓരോന്നിനും മറുപടി കൊടുത്തുകൊണ്ടിരുന്നു. അവസാനം സഹാബാക്കളൊക്കെ നോക്കിയിരിക്കുക, ഇതാരടപ്പാ, ഇതാർക്കും പരിചയമില്ലല്ലോ. എന്നാ പിന്നെ യാത്ര ചെയ്തു വന്നവനല്ല, കാരണം യാത്രയുടെ ലക്ഷണങ്ങളൊന്നുമില്ല. എന്നാൽ ഈ നാട്ടുകാരനല്ല, കാരണം നമ്മളാരും ഇതുവരെ കണ്ടിട്ടുമില്ല. ഇതാരാൻ എന്ന് പറഞ്ഞ് അത്ഭുതപ്പെട്ടിരിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന്റെ ആ മടങ്ങിപ്പോക്കിന് ശേഷം നബി തങ്ങൾ പറഞ്ഞു, ഇത് മറ്റാരുമല്ല, ശ്രദ്ധിക്കണേ, അത്താക്കും ജിബ്രീൽ യുഅല്ലിമക്കും ദീനക്കും. നിങ്ങൾക്ക് വിവരം പഠിപ്പിച്ചു തരാൻ വേണ്ടി ജിബ്രീൽ വന്നതാ, നിങ്ങൾക്ക് വിവരം പഠിപ്പിച്ചു തരാൻ. കാഞ്ഞിരപ്പള്ളിക്കാര് അണ്ടർലൈൻ കൊടുത്ത് ചിന്തിക്കേണ്ട കാര്യമാണിത്. അള്ളാന്റെ റസൂൽ പറഞ്ഞു, അത്താക്കും ജിബ്രീൽ യുഅല്ലിമക്കും ദീനക്കും. ഇത് വന്നത് ജിബ്രീലാണ്, നിങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു തരാമെന്നതാ. എന്താ ജിബ്രീലിനെ പറ്റി നബി തങ്ങൾ പറഞ്ഞ വേർഡ്, കലിമത്ത്, വാക്ക്? മുഅല്ലിം, ടീച്ചർ, അധ്യാപകൻ. യുഅല്ലിമക്കും, മുഅല്ലിം എന്ന പദമാണ്. എന്തെങ്കിലും ഒരു അക്ഷരം ജിബ്രീൽ അവിടെ പഠിപ്പിച്ചോ? ഒന്നും പഠിപ്പിച്ചില്ല. പഠിപ്പിച്ചതാരാ? അള്ളാന്റെ റസൂല്. പഠിച്ചതാരാ? അവിടെ ഇരിക്കുന്ന സഹാബാക്കൾ. പിന്നെ ജിബ്രീലിന്റെ റോൾ എന്താ? പഠിക്കാൻ സഹായകമായ ചില ചോദ്യങ്ങൾ ചോദിച്ചു.
പഠിപ്പിക്കാൻ കാരണക്കാരനായി, പഠിക്കാൻ കാരണക്കാരനായി. ആ പഠിപ്പിക്കാൻ കാരണക്കാരനായ ജിബ്രീലിനെ പറ്റിയിട്ട് റസൂലുള്ള പറഞ്ഞ വേർഡ് മുഅല്ലിം, ടീച്ചർ, അധ്യാപകൻ എന്ന പദമാണ്. എന്ന് പറഞ്ഞാൽ 1 രൂപ കൊണ്ട് നിങ്ങൾ ഈ ദർസിനെ സഹായിക്കോ, നിങ്ങൾ മുഅല്ലിമീങ്ങൾ എന്ന 2ാം വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ നിങ്ങൾ ഉൾപ്പെടും. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട, ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. സഹോദരങ്ങളെ, നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ മക്കൾ പിഴച്ചു പോയി കൊണ്ടിരിക്കാൻ കണ്ട് 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 മടുക്കുന്ന അവസ്ഥയാണ്. ഓരോ അനുഭവങ്ങളും പറയാൻ നിന്നാൽ സുബഹി വരെ പറയേണ്ടി വരും. ലൈവ് ആയതുകൊണ്ട് പൊങ്കാല ഇടാൻ വേണ്ടി കുറെ ഹയവാന്മാരിപ്പുണ്ട്. അവർക്കറിയേണ്ടത് നിങ്ങൾക്ക് എന്തിനാ ഈ ശൈലി? അത് ഞാൻ എന്റെ ഇഷ്ടത്തിലല്ലേ പ്രസംഗിക്കുക, പ്രഭാഷകന്റെ ഇഷ്ടമല്ലേ ശൈലി മാറ്റണോ വേണ്ടെന്നുള്ളത്? അത് സോഷ്യൽ മീഡിയയിലെ തമ്പുരാക്കന്മാരുടെ അവകാശമല്ലല്ലോ. ഓരോ മുസ്ലിം നാമധാരികളായ പെണ്ണുങ്ങൾ ഇറങ്ങിയിരിക്കുക, അവർക്കൊക്കെ മറുപടി പറയാം. നമ്മൾ ദീർഘയാത്ര ചെയ്യുന്നവരാണ്. പോകുന്ന വഴിയിൽ പലപ്പോഴും പട്ടി കുരയ്ക്കാറുണ്ട്. എല്ലാ പട്ടികളെയും കല്ലെടുത്ത് എറിഞ്ഞുകൊണ്ട് നിന്നാൽ നമ്മുടെ സമയത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുമോ? കുരയ്ക്കുന്ന പട്ടികൾ കുരയ്ക്കട്ടെ, നമ്മുടെ യാത്ര ദീർഘമാണ്. ആ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല, ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല, ഒരു ചിന്തകന്റെ വാക്കാണ്, ഒരു ചിന്തകന്റെ വാക്കാണ്. 4 ഭാഗത്തുമുള്ള നായ്ക്കൽ, ശ്വാനന്മാർ അവർ കുരയ്ക്കും. എല്ലാത്തിനെയും കല്ലെടുത്തെറിയാൻ നിൽക്കരുത്, നിനക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല, മാർഗം ദീർഘമാണ്, അതുകൊണ്ട് നീ പോവുക, നീ പോവുക, ആളുകൾ പറഞ്ഞോട്ടെ. അതുകൊണ്ട് ഞാൻ പറയാ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നമ്മുടെ മക്കൾ പിഴച്ചു പോകുന്ന ഒരു 15 മിനിറ്റ് കൂടി നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കും. നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഇവിടെ 4 മക്കൾ, ഇവിടെ ഇപ്പോ എന്റെ നാട്ടുകാരനായ സത്താർ സാഹിബ് ഉണ്ട്, അദ്ദേഹത്തിന്റെ മകൻ ഫാറൂഖ് മൗലവി നാളെ ഇവിടെ സനത് എടുക്കുക. 4 കുട്ടികൾ ഇവിടെ നിന്ന് സനത് വാങ്ങാൻ. ആലോചിച്ചു നോക്കിയേ, ആ മക്കൾ ഉപരിപഠനത്തിന് ബിരുദാനന്തര ബിരുദം നേടാൻ വേണ്ടിയിട്ട്, അതായത് ഇത്രയും നാൾ ഉസ്താദിന്റെ ശിക്ഷണത്തിൽ വളർന്ന നിങ്ങൾ ഇനി അവിടെ ചെന്നിട്ട് ആ ഉസ്താദുമാർ ഒന്ന് പരിശോധന നടത്തി, ആ പരിശോധനയിൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ച് നിങ്ങൾ പ്രാപ്തരാണ് എന്ന് ബോധ്യം വരുമ്പോൾ അവിടെ ഒരു സർട്ടിഫിക്കറ്റ് കൂടെ നൽകി നിങ്ങൾ ഇനി സ്വന്തമായി കണ്ടെത്തേണ്ടവരാണ്, നിങ്ങൾ പഠിക്കേണ്ടവരാണ് എന്ന ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് അവരെ മുന്നിലേക്ക് ഗോദയിലേക്ക് ഇറക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആഗ്രഹിക്കണ്ടേ, അല്ലാ എന്റെ മോനും ഇതുപോലെ ഞാൻ അടിവരയിട്ടുകൊണ്ട് പറയാ, നിങ്ങൾക്ക് ഇതുപോലുള്ള സദസ്സുകളിലും സഹായിക്കാനും സാമ്പത്തികവും ശാരീരികവുമായി സഹായിക്കാൻ കഴിയുമ്പോ നിങ്ങൾക്ക് കിട്ടുന്നൊരു സമ്മാനം എന്താണെന്നറിയോ? കേട്ടോ പ്രിയപ്പെട്ടവരെ, ഗസ്ല് എന്ന് പറഞ്ഞാൽ നെയ്ത്ത് എന്നാണ്, തയ്യൽ, ട്രെയിലർ. ആ ടൈലറാകുന്ന, ആ ടൈലർ പണി നടത്തുന്ന അഥവാ തുന്നൽ പണി നടത്തുന്ന ആ ടൈലറായ ഒരു മനുഷ്യൻ, ഗസാലി എന്ന് വേണമെങ്കിൽ നമുക്കതിനെ അറബിയിൽ പേര് വെക്കാം. ആ മനുഷ്യൻ, ആ ടൈലറായ, തുന്നൽക്കാരനായ, ഗസാലി എന്ന നെയ്ത്തുകാരനായ മനുഷ്യൻ, അദ്ദേഹം ഓരോ മതവിജ്ഞാന സദസ്സിലും ഇതുപോലെ പോയിരിക്കും. ഉസ്താദുമാർക്ക് ഖിദ്മത്ത് എടുക്കും, മുദരിസുമാർക്ക് വെള്ളം കൊടുക്കും, മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും. എന്നിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ആഗ്രഹം എന്തെന്നറിയോ? പടച്ചവനെ, എനിക്ക് തരേണ്ടത് ഒന്ന് മാത്രം, എന്റെ മോനെയും ഇതുപോലെ നീ ഒരു ആലിമാക്കി തരണേ അല്ലാ. ആ മനുഷ്യന്റെ ആഗ്രഹം അല്ലാഹു സാധിപ്പിച്ചു. മോനെ കൊണ്ടുവന്ന് അസ്ഹറിൽ പഠിക്കാൻ ഏൽപ്പിച്ചു. അന്ന് അവിടെ ദർസ് നടത്തുന്നത് മഹാനായ ഇമാം ഹറമൈനി റളിയല്ലാഹു അൻഹു. ആ പ്രിയപ്പെട്ട ഗുരുവിന്റെ അടുക്കൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കോളേജിന്റെ ഉത്തരവാദിത്വം മുഴുവനും നടത്തിക്കൊണ്ടിരുന്ന അവിടുത്തെ ഒരു സമ്പന്നനാ. ആ സമ്പന്നൻ ഒരിക്കൽ ഉസ്താദ് ഹറമൈനി ഇല്ലാത്തപ്പോ ആ കോളേജിൽ കയറി ചെന്നിട്ട് ചോദിച്ചു, മക്കളെ ഓരോരുത്തരും വിളിച്ചിട്ട് ചോദിച്ചു, നിനക്കെന്താകാനാണ്? എനിക്കൊരു ഹാക്കിമാകണം, ഒരു ജഡ്ജാകണം. നിനക്കെന്താകണം? എനിക്കൊരു വലിയ ഖത്തീബാകണം, പ്രഭാഷകനാകണം. നിനക്കെന്താകണം? എനിക്ക് വലിയൊരു കാത്തിബാകണം, എഴുത്തുകാരനാകണം. ഇങ്ങനെ ഭൗതികമായ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞപ്പോ ആ മനുഷ്യൻ നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, പടച്ചോനെ, എന്റെ കോടികളൊക്കെ നഷ്ടമായല്ലോ, ഒരുത്തനും ആഖിറത്തിനു വേണ്ടി പഠിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ഇമാം ഹറമൈനിയുടെ ദർസിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ മൂലയിലിരിക്കുന്ന ഒരു പൊന്നുമോൻ അവനെ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ, നിനക്കെന്താകാനാണ് ആഗ്രഹം? എനിക്ക് 3 കാര്യങ്ങളാ. എനിക്ക് 1, എന്റെ അള്ളാന്റെ പൊരുത്തം എനിക്കുണ്ടാകണം. 2, എന്റെ വിവരക്കേട് മാറണം.
3 എന്റെ വിവരക്കേട് മാറിയതുപോലെ മറ്റുള്ളവരുടെ വിവരക്കേട് മാറ്റിക്കൊടുക്കണം. ഇതാ എന്റെ ആഗ്രഹം. ആ മനുഷ്യൻ തലമുടികളുടെ ഇടയിലൂടെ വിരലുകൾ ഓടിച്ചിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ, എന്റെ 1 രൂപയും നഷ്ടമായില്ലല്ലോ. ആ പ്രിയപ്പെട്ട പൊന്നുമോൻ വളർന്നു വന്നു. ആ പൊന്നുമോനാണ് നേരത്തെ പറഞ്ഞ നെയ്ത്തുകാരന്റെ മകനായി പഠിച്ചത്. ആ മകൻ ഇങ്ങനെ വളർന്നു വന്നു. ഒരിക്കൽ ഇങ്ങനെ കാട്ടിലൂടെ ലീവ് വിട്ട സമയത്ത് കാട്ടിലൂടെ ഇങ്ങനെ വരുമ്പോൾ ആ പ്രിയപ്പെട്ട മകന്റെ സഞ്ചിയിലിരിക്കുന്ന കുറെ പേപ്പറുകൾ വഴിക്കൊള്ളക്കാരൻ പിടിച്ചു പറിച്ചു. ആ സമയത്ത് ആ പൊന്നുമോൻ പറഞ്ഞു, നിങ്ങൾ എന്നെ കൊന്നോ, പക്ഷേ ആ സഞ്ചിയിൽ കിടക്കുന്ന പേപ്പർ നിങ്ങൾ കീറിക്കളയരുത്. എന്താടാ കാര്യം എന്ന് വെച്ചോ പറഞ്ഞു, ഞാൻ 3 വർഷം കൊണ്ട് പഠിച്ചത് മുഴുവനും അതിനകത്താ. ആ സമയത്ത് കൊള്ളക്കാരന്റെ കൊലച്ചിരി ഉയർന്നു. അയാള് പറഞ്ഞു, എടോ, ഞാനിത് കീറിക്കളഞ്ഞാൽ നിന്റെ 3 വർഷം പോയില്ലേ, കാണാതെ പഠിക്കടോ പോയിട്ടെന്ന് പറഞ്ഞു. കൊള്ളക്കാരന്റെ ഉപദേശം കേട്ട് അന്ന് മുതൽ ബൈഹാർട്ട് ചെയ്യാൻ തുടങ്ങി, ഹാഫിളാകാൻ തുടങ്ങി, അന്ന് മുതൽ മനനം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വളർന്നു പന്തലിച്ചു വലിയ ഒരു ആലിമായി. ഒരിക്കൽ അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയാ. വലതുഭാഗത്ത് മഹാനായ കലീമുല്ലാഹി മൂസ, ഇടതുഭാഗത്ത് റൂഹുല്ലാഹി ഈസ. രണ്ടുപേരുടെയും ഇടയിൽ അലൈഹിമുസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ അഷ്റഫുൽ ഖൽഖ് നിന്നിട്ട് രണ്ടുപേരോട് ചോദിക്കാണ്, നിങ്ങളുടെ സമുദായത്തില് എന്റെ സമുദായത്തിലുള്ള ഇന്ന പണ്ഡിതനോളം വരുന്ന പാണ്ഡിത്യമുള്ളവരുണ്ടോ? അവർ പറയുന്നു, ഇല്ല. ഇത് അബുൽ ഹസൻ ഷാദുലി തങ്ങൾ കണ്ട സ്വപ്നമാണ്. ഞെട്ടി ഉണർന്നു. ആ സ്വപ്നത്തിൽ എന്റെ സമുദായത്തിലെ ഇന്ന പണ്ഡിതനോളം നിങ്ങളുടെ സമുദായത്തിൽ ഒരു പണ്ഡിതനുണ്ടോ എന്ന് ചോദിച്ച ആ പണ്ഡിതനാണ് ആ നെയ്ത്തുകാരന്റെ മോനായി ജനിച്ച ആ വളർന്ന പൊന്നുമോന്. ആ പൊന്നുമോന് ഇന്ന് വിശ്വവിഖ്യാത പണ്ഡിതനായി മാറി. ആ പൊന്നുമോന്റെ പേര് പറയാത്ത സൂര്യോദയങ്ങളില്ല, സൂര്യാസ്തമയങ്ങളില്ല, വാളിന്റെ മജ്‌ലിസുകളില്ല, സർവകലാശാലകളില്ല, അറബി കോളേജുകളില്ല, ബനാത്തുകളില്ല. ഒരു സ്ഥലത്തും ആ മകന്റെ പേര് പറയാത്ത ദിവസങ്ങളില്ല. ആ പ്രിയപ്പെട്ട മകന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഓരോ പള്ളി ദർസുകളിലും ആദ്യത്തെ 1-ാം ദർസ് എന്ന മഗ്‌രിബാനന്തര പ്രാർത്ഥന ആരംഭിക്കുന്നത്. എല്ലാവരും ആവേശത്തോടെ ഇങ്ങനെ ദുആരക്കും, യാ റബ്ബി അഅതി ലനാ ഇൽമൻ വ ഫഹ്മൻ കമാ അഅതൈത യാ റബ്ബനാ ലിശൈഖി ഗസാലി നവ്വിരി ഇലാഹ സമാ ഖൽബൽ ഗരീബി കമാ നവ്വറത ഖൽബ ഇമാമിൻ നാസി ഗസാലി. ആ പൊന്നുമോനാരാണ്? ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം അബൂ ഹാമിദുൽ ഗസാലി. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് വാപ്പയുടെ ആഗ്രഹം കൊണ്ട് ആലിമായ മോന. ഏത് വാപ്പ? ഇതുപോലുള്ള സദസ്സിൽ ചെന്നിരുന്ന് സംഭാവന കൊടുത്ത് ഖിദ്മത്ത് ചെയ്ത് ആഗ്രഹം മനസ്സിലുണ്ടാക്കിയ വാപ്പ. നിങ്ങൾക്ക് ആഗ്രഹിച്ചൂടെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ മകൻ പഠിച്ചിട്ട് ഒരു ഹാഫിളായ ഖുർആന്റെ പ്രബോധകനാകുന്നത്? ഏറ്റവും ഉന്നതമായ ജോലി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.